സ്ത്രീകൾക്കും എല്ലാ ഭാഗത്തേക്കും എന്നുള്ള വാക്ക് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത് മഹിളാ മോർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ബിജെപിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിനും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ 10-12 ദിവസത്തെ കസാര കളിക്ക് ശേഷം ഒടുവിൽ വി ഡി സതീശനാണ് കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രി എന്ന് പുറത്തോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ വി ഡി സതീശനാണ് ഇനി അടുത്ത 5 വർഷത്തേക്ക് കേരളത്തെ നയിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മുടെ മാരാർജി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാവേ. വി ഡി സതീശനൊപ്പമുള്ള ഒരു ഫോട്ടോയാണ് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജി, നിങ്ങൾ പെട്ടെന്ന് ഇപ്പുറത്തോട്ട് ചാടിയ, ഇത്രയും നാള് ജയ് ജയ് ബി ജെ പി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇപ്പുറത്തോട്ട് നിങ്ങൾ ചാടിയ എന്താ ജി? എന്നിട്ട് ജി ഇതിനകത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്: മുഖ്യമന്ത്രിയായ വി ഡി സതീശന് ഹൃദയത്തിൽ നിന്നും ആശംസകൾ. ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ലെങ്കിൽ പിണറായി വിജയനെ എതിർത്തതിന്റെ 10 ഇരട്ടി അങ്ങേ എതിർക്കാൻ ഞാനും മുന്നിലുണ്ടാകും. പറഞ്ഞ വാക്കുകൾ പാലിച്ച് ജനങ്ങളോട് നീതി പുലർത്തണം എന്നൊരു അപേക്ഷ മാത്രം. എന്നാലും എൻ്റെ ജി, ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് ഇനി അടുത്ത ഇലക്ഷന് നിങ്ങൾ ഇനി കോൺഗ്രസിലോട്ട് തിരിച്ചു വരുമോ? ഇവിടെ എന്തായാലും ഈ പ്രാവശ്യം സീറ്റ് കിട്ടാത്തതുകൊണ്ട് അപ്പുറത്തോട്ട് അടി കുറെ ചിക്കിളി പോക്കറ്റ് വന്ന് കുറെ കോമഡി വേഷമൊക്കെ കിട്ടിയെങ്കിൽ പോലും എന്നിട്ട് ജി ഇവിടെ പറഞ്ഞ കേസാണ്: ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ലെങ്കിൽ പിണറായി വിജയനെ എതിർത്തതിന്റെ 10 ഇരട്ടി അങ്ങേ എതിർക്കാൻ ഞാനും മുന്നിലുണ്ടാവും. ജി വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പൊടി പോലും കാണത്തില്ല, നിന്ന് കരിഞ്ഞു പോവല്ലോ. അത്രത്തോളം തീവ്രമായിട്ടുള്ള വിമർശനമാണ് നമ്മുടെ മാരാർജി. ഈ പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ഒരു LDF തോറ്റയുടെ കാരണം എന്താണ്? മാരാർജി വിമർശിച്ചത് കൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പം വി ഡി സതീശൻ നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി, നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ നമ്മുടെ മാരാർജി വിമർശിക്കും. സൂക്ഷിച്ചാ ദുഃഖ കണ്ടേ, ഇപ്പോഴേ പറഞ്ഞേ. എന്നാലും ഞാൻ ആലോചിക്കുന്ന എൻ്റെ ജി, നിങ്ങൾ പെട്ടെന്ന് ഇപ്പുറത്തോട്ട് ചാടിയെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടൊരു മനംമാറ്റം എന്ന് പറയുമ്പോഴത്തേക്കിന് എങ്ങനെ ജി നിങ്ങൾ പെട്ടെന്ന് ഈ അപ്പ കാണുന്ന നേതാവെ എന്ന് മാറ്റി വിളിക്കാനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്? ഈ ഇലക്ഷന് മുന്നേ വരെ ജയ് ജയ് ബി ജെ പി, ഇലക്ഷന് ശേഷം ജയ് ജയ് കോൺഗ്രസ് ആയി. ഇനിയിപ്പം അടുത്ത കോൺഗ്രസ് കൊള്ളാൻ കിടിലെന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പുറത്തോട്ട് ചാടാനുള്ള ഒരു തന്ത്രങ്ങൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ ജി കാണിക്കുമോ? എന്നാലും ജി നിങ്ങളുണ്ടല്ലോ 1000-1 കാണുള്ളൂ ഇതുപോലൊരു ഐറ്റം. ഇനി ഇതിന്റെ കമന്റ് ബോക്സ് നോക്കണം. ഞാൻ ഈ കമന്റ് ബോക്സ് കണ്ട് ചിരിച്ചിരിച്ച് എനിക്ക് ഓൾറെഡി കുറച്ച് ബോഡി പെയിൻ കുറച്ച് സീനൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് എൻ്റെ ശരീരം ഇളകി ചിരിച്ചു പോയി ഞാൻ ഈ കമന്റ് ബോക്സ് എല്ലാം കണ്ടിട്ട്. എന്നിട്ട് അഖിൽ മാരാർ, ഓന്ത് മാരാർ, പിഷാരടി പറഞ്ഞതുപോലെ ഇപ്പൊ ഒന്നും മറുപടി കൊടുക്കണ്ട, പിന്നീട് ഇവൻ തന്നെ മാറ്റി പറയും. പ്രോംപ്റ്റ് പ്ലീസ്, ഇങ്ങനെ പേടിപ്പിക്കല്ലേ. നീ ആദ്യം ഒരിടത്ത് ഉറച്ചു നീക്ക്, എന്നിട്ട് മതി നിലപാടി സിംഹമേ. ഓന്ത് പ്ലേറ്റ് മാറ്റി തുടങ്ങി. ഇവൻ ഏതാണോ? നീ വീണ്ടും പാർട്ടി മാറിയോ? വീണ്ടും മേറിൽ കയറാനാണോ ഭാവം? നിലപാടിന്റെ രാജകുമാര ലേ ഓന്ത് തലൈവരെ നീങ്കളാ. അതിന് നീ ഏതാ? താഴേന്ന് മുകളിൽ എണ്ണിയാൽ ഫസ്റ്റ്. നീ ഒരു മൾട്ടി റോക്കറ്റ് തന്നെ. എന്താ ഇങ്ങനെ? അതിന് നീ ഏതാ ഡാഷേ? ഞാനും ഉണ്ടാവും പോലും എന്ന് ഓന്ത് വാസു ഒപ്പ്. അതിന് നീ ഏതാ ഉണ്ടമുരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നിടാവേ ഉള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിലെ ഓന്തിന് ഡിപ്രഷൻ അടിച്ച് നടക്കുകയാണ്. കാര്യം മാരാർജി ഇപ്പൊ ആ ഓന്തുകൾക്ക് ഒരു വെല്ലുവിളിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ മാരാർജിയുടെ ചെറുപ്പത്തിലെ ആഗ്രഹം എന്തായിരുന്നു? അപ്പോൾ നമ്മൾ പല ആളുകൾക്കും സയന്റിസ്റ്റ് ആവണമെന്നോ ഡോക്ടർ ആവണം, മിലിറ്ററി, അങ്ങനെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ ജിയുടെ ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? ചെറുപ്പത്തിലെ വലുതാകുമ്പോഴത്തേക്കും ഒരു ബഹിരാകാശ സഞ്ചാരി ആവണം എന്നുള്ളായിരുന്നു നമ്മുടെ ജിയുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ബഹിരാകാശത്ത് എത്താൻ വേണ്ടിയിട്ട് ഓരോ തവണയും ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ വന്നിട്ട് വായി വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് ജി വിളിച്ച് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ബഹിരാകാശത്ത് പോകാറുണ്ട്. ഈ ഒരു സാധനം ഇനിയും ബഹിരാകാശത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ജീനെ ആരും മൈൻഡ് ചെയ്യാത്ത രീതിയിലോട്ട് പോയാലും ഇനിയിപ്പോ അടുത്ത മറ്റേ ഗർഭിണികൾ പെട്ടെന്ന് പ്രസവിച്ചിട്ട് ഇത്തരത്തിൽ നെല്ല് കുത്താൻ പോയി ആ സാധനം പറഞ്ഞിട്ടായിരുന്നില്ല അവസാനം ഒന്ന് ഏറി പോയിട്ടുണ്ടായിരുന്നത്. അതുക്കും മോളി കയറി ബഹിരാകാശ സഞ്ചാരിയാവാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാരാർജീനെ നമ്മൾ കാണാതെ പോകരുത് സുഹൃത്തുക്കളെ. എന്നാലും എൻ്റെ ജി, നിങ്ങൾ കിടിലമാണ് കേട്ടോ. നിങ്ങൾ ഇന്നൊരു വ്യക്തിയല്ല, നിങ്ങളൊരു പ്രസ്ഥാനമാണ്. നിലപാടുകളുടെ രാജകുമാർ മാരാർജി, ജി കി ജയ്. പിന്നെ അല്ല, ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ വി ഡി സതീശൻ പുള്ളി മുഖ്യമന്ത്രി ആയതിനു ശേഷം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈക്കമാൻഡിൽ നിന്ന് വി ഡി സതീശനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പുറത്തോട്ട് വന്നതിന് ശേഷം പുള്ളി എടുത്തേക്കുന്ന ആദ്യത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ഒരു തീരുമാനം തന്നെയാണ്. നമുക്ക് ആ ഒരു ന്യൂസ് ഒക്കെ ഒന്ന് കേൾക്കാം. ശൈലി മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്ന വി ഡി സതീശൻ എന്നുള്ളതാണ്. അതായത് യാത്രയിൽ കൂടുതൽ സുരക്ഷ വേണ്ട, പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി യാത്ര പോകുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ്. KG കമലേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. കമലേഷ്, നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ള ഒന്നാണ് മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഈ നാട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇപ്പോൾ എന്താണ് നിയുക്ത മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്?
തുടക്കം തന്നെ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങളോടെ വി ഡി സതീശൻ തുടങ്ങുകയാണ്. അതായത് ക്യാബിനറ്റ് ചേരുന്നതിന് മുമ്പ് തന്നെ പല തീരുമാനങ്ങളും നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിൽ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞത് എസ്കോട്ടും വേണ്ട, പൈലറ്റ് മാത്രം മതി എന്നുള്ളതാണ്. പക്ഷേ എസ്കോട്ട് വേണം, അത് സുരക്ഷയുടെ ഭാഗമാണെന്ന് പോലീസ് അറിയിച്ചതോടുകൂടി ഇനി പുതിയ മുഖ്യമന്ത്രിയുടെ യാത്ര എസ്കോട്ടും ഒപ്പം തന്നെ പൈലറ്റും മാത്രമായിരിക്കും. ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്ര നമുക്കറിയാം. അതിന്റെ ഒരു വീഡിയോ തന്നെ വളരെയധികം ചർച്ചയായി കഴിഞ്ഞാൽ എത്ര വാഹനങ്ങളാണ്, ആംബുലൻസ് ഉൾപ്പെടെ വലിയൊരു വാഹന വ്യൂഹം, അത് പോകുന്ന സമയത്ത് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നു. ഈ രീതിയെ വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നിര തന്നെ പലപ്പോഴും പരിഹസിച്ചാണ്. അതേ ശൈലി പിന്തുടരേണ്ട എന്ന് തുടക്കം തന്നെ വി ഡി സതീശൻ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, യാത്ര പോകുന്ന സമയത്ത് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്യരുത്. സാധാരണ രീതിയിൽ പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഇറങ്ങുന്ന സമയത്ത് മ്യൂസിയം മുതൽ ബ്ലോക്കാണ്. ആ രീതിയിലുള്ള റോഡ് ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തരത്തിലുള്ള സുരക്ഷയും വേണ്ട എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്. ഇനിയിപ്പോൾ ആ കറുത്ത കാറൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതൊക്കെ വലിയ വിവാദമായിരുന്നു. വെളുത്ത കാർ നമ്പർ 1 മാറ്റിക്കൊണ്ട് കറുത്ത കാറിലായിരുന്നു ഇടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഞ്ചാരം. ആ കാറായിരിക്കുമോ അതോ മാറ്റുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരണം. അടിപൊളി തീരുമാനം, അത്ര ഇതിന് എനിക്ക് പറയാനുള്ളൂ. തൊട്ടപ്പുറത്തെ TVK വിജയ് അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത്രയും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ആദ്യത്തെ ഈ ഒരു തീരുമാനം വളരെ നല്ലത് തന്നെയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ടത്തെ നമ്മുടെ ജഗദീഷ് അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട്. അദ്ദേഹം ഇതുപോലെ മുഖ്യമന്ത്രിയാവുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. അപ്പം അതിനകത്ത് ഇത്തരത്തിൽ അദ്ദേഹം എടുക്കുന്ന ആദ്യത്തെ ആ ഒരു ക്യാരക്ടർ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം ഇത്തരത്തിൽ ഈ എസ്കോട്ട് വാഹനങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ, അതായത് വലിയൊരു മാറ്റത്തിന്റെ ഒരു തുടക്കം എന്ന നിലയിലുള്ള സംഭവങ്ങളായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം അടിപൊളി തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ കൂട്ടത്തിൽ ചേർത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഈ കോൺഗ്രസ്സുകാരുടെ കുറെ കോമഡികൾ പരിപാടികളൊക്കെ അങ്ങും ഇങ്ങൊക്കെ നടക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പുള്ളി ആണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡിൽ ഇതൊക്കെ വന്നതിന് ശേഷം കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കോന്നിയിൽ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം മീൻസ് ഹെൽത്ത് ഇഷ്യൂസ് കുറേ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം ഈ കോന്നി ജംഗ്ഷനിൽ ഇവിടെ മുടിഞ്ഞ തിരക്ക്, ഐ മീൻ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ഞാനിങ്ങനെ വണ്ടടിച്ചിരിക്കും ഇത് എന്താണ്, ഇതിനു മുമ്പ് ഇത്രയുള്ളൊരു ബ്ലോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. നോക്കുമ്പോൾ എന്താ, കോൺഗ്രസ്സുകാരുടെ കുറച്ച് പ്രചരണമായിട്ട് കുറെ ആൾക്കാർ റോഡിൽ ഇറങ്ങിയിട്ട് ഇടയെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ളതും അങ്ങനെയുള്ള ഒരേ ആളുകളൊക്കെ ആണെങ്കിൽ റോഡിൽ ഇറങ്ങണമല്ല, ഇങ്ങനെ പ്രചരണം കാണിച്ചിട്ട് ആൾക്കാരെ വഴി മുടക്കൊണ്ടുള്ള ഇത്തരം പരിപാടി പ്രഹസനങ്ങളുണ്ടല്ലോ, അതുകൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ, ഐ മീൻ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിലുള്ള പ്രചരണങ്ങളോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ നടത്തിക്കോട്ടെ. അതല്ലാത്ത പക്ഷം ഈ നടു റോഡിൽ ഇറങ്ങിയിട്ട് കാണിക്കുന്ന ഇമാതിരി പരിപാടികൾ അതിനുകൂടി നിങ്ങളൊരു നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഈ എടുത്തേക്കുന്ന തീരുമാനം, ഇത് മുൻപേ തന്നെ പുള്ളിയുടെ ആ ഒരു പല ഇന്റർവ്യൂസിനകത്തൊക്കെ പുള്ളി ഭയങ്കര വിഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പം പല പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പറഞ്ഞേക്കുന്ന മുമ്പ് രഞ്ജിനി ഹരിദാസിന് കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂവില് ഈ സെയിം കാര്യം തന്നെ പുള്ളി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം പുള്ളി ഇവിടെ യാഥാർത്ഥ്യമാക്കിയേക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലർ കാണുന്നത് അതിൻ്റെ ഒരു പാരാഫർണലയാണ്. ബംഗ്ലാവ്, കാറ്, പൈലറ്റ്, എസ്കോർട്ട്. അതിൽ വീണു പോകും കുറേ ആളുകൾ. അതിൽ നമ്മൾ വീണുപോയാൽ നമ്മുടെ ഭാഗത്തൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ അതിനെ ബൈപ്പാസ് ചെയ്യാം. നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാണ്. അതിലൊന്നുമല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, വെൻ എവർ വി ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി, വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദ പബ്ലിക്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള എടുത്തേക്കുന്ന ഈ ഫസ്റ്റ് തീരുമാനം, ഇത് തന്നെ ഈ പറയുന്ന ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി പുള്ളിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മരട് നെട്ടൂരിലെ തറവാട്ട് വീട്. വടശ്ശേരി എന്നാണ് വീട്ടുപേര്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഈ ഒറ്റ കോമ്പൗണ്ടിലാണ് വ്യത്യസ്ത വീടുകളിലായി താമസിക്കുന്നത്. 96-ലെ തെരഞ്ഞെടുപ്പിന് പറവൂരിൽ മത്സരിക്കാൻ പോയ വി.ഡി. സതീശൻ പിന്നീട് അവിടം കേന്ദ്രമാക്കുകയായിരുന്നു. കുണ്ടുവേലിൽ ദാമോദരമേനോന്റെയും വടശ്ശേരി വിലാസിനിയമ്മയുടെയും 6 മക്കളിൽ 4-ാമനാണ് സതീശൻ. ചതയം നക്ഷത്രക്കാരൻ. 4 സഹോദരന്മാരും സഹോദരിയും. പനങ്ങാട് HS-ലായിരുന്നു സ്കൂൾ പഠനം. സ്കൂൾ ലീഡറുമായിരുന്നു. അഭിഭാഷകനാകാൻ ആഗ്രഹിച്ച സതീശൻ തേവര SH കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് ഫസ്റ്റ് ഗ്രൂപ്പ്. ഡിഗ്രി SH-ൽ BA സോഷ്യോളജി പഠനം. അക്കാലത്ത് കോളേജിലെ ഡിബേറ്റ് മത്സരങ്ങളിൽ എതിരാളിയുടെ മർമ്മത്തടിക്കുന്ന തരമായിരുന്നു സതീശൻ. ഒപ്പം പ്രസംഗത്തിലും. അവിടെ മുഴങ്ങിയ വാക്ചാതുരിയാണ് രാഷ്ട്രീയത്തിൽ ഉരുളയ്ക്കുപ്പേരിയായുള്ള മൂർച്ചേറിയ വാക്പ്രവാഹമെന്ന് പറയാം. തേവര കോളേജിൽ 5 തവണ യൂണിയൻ ഭാരവാഹിയായിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറിയായും നിറഞ്ഞു നിന്നു. തേവരയിൽ നിന്ന് രാജഗിരി കോളേജിലെത്തിയപ്പോൾ യൂണിയൻ കൗൺസിലർ. അവിടെ നിന്നാണ് MG സർവകലാശാല യൂണിയൻ ചെയർമാനായത്. അവിടെയും പിഴവില്ലാത്ത സംഘാടനത്തിന്റെ തലപ്പാവണിഞ്ഞു സതീശൻ. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിയമപഠനം കഴിഞ്ഞ് MBS നമ്പൂതിരിപ്പാടിനൊപ്പം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ NSU സെക്രട്ടറിയായി. ഡൽഹിയിലേക്ക് തട്ടകം മാറ്റാനുള്ള ആലോചനകൾക്കിടെയാണ് 96-ൽ പറവൂരിൽ കന്നിയംഗത്തൊരു കുറി വീഴുന്നത്. 32-ാം വയസ്സിൽ. അന്ന് പറവൂരിലെ പ്രതാപിയായിരുന്ന P. രാജുവിനോട് തോറ്റെങ്കിലും പറവൂർ വിട്ട് തിരിച്ചു പോന്നില്ല സതീശൻ എന്ന യുവ പോരാളി. ആ തോൽവിയിൽ നിന്നാണ് പിന്നീടുള്ള വിജയങ്ങളുടെ തുടക്കം. പറവൂരിന്റെ ചൊരിമണലിൽ ചവിട്ടി നിന്ന് 2001-ൽ ഇതേ ഇടതുകോട്ടയിൽ P. രാജു എന്ന കന്നിയംഗത്തിലെ എതിരാളിയെ തന്നെ മുട്ടുകുത്തിച്ചു. പിന്നെ പറവൂർ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാകുന്നത് വരെയുള്ളത് തോൽക്കാത്ത ചരിത്രം. വായനയും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്ന സതീശൻ നെട്ടൂരിലെ തറവാട്ടുവീട്ടിൽ സഹോദരങ്ങൾക്കൊപ്പം ഇടയ്ക്കിടെ ഒത്തുചേരാനെത്തുന്ന
അവരുടെ പ്രിയപ്പെട്ട സതു എന്ന സഹോദരൻ. ഇടതിന്റെ സ്വന്തമായിരുന്ന പറവൂരിനെ വലത്തോട്ട് പിടിച്ചു കിട്ടിയ സതീശൻ. പഴയ കോളേജ് യൂണിയൻ ഭാരവാഹിയുടെ സംഘാടന മികവും വാക്ചാതുരിയും ഇനി കേരള രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും തലക്കുറി വരയ്ക്കും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പം പുള്ളിയുടെ ആ രീതിയിലുള്ള ഇന്റർവ്യൂസിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ യാഥാർത്ഥ്യമാക്കാനെ കൊണ്ട് സാധിക്കട്ടെ. നമ്മുടെ നാട്ടിൽ വലിയൊരു അതായത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഇവിടെ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവരും നല്ല രീതിയിൽ തന്നെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പിണറായിസത്തിനെതിരെയായിരുന്നു ജനങ്ങളുടെ കൂടുതൽ ഈ പറയുന്ന രോക്ഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് LDF-ന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു തകർച്ച ഈ കഴിഞ്ഞ ഇലക്ഷന് സംഭവിച്ചിരിക്കുന്നത്. ഇനിയും കോൺഗ്രസ് VD സതീശന്റെ കീഴിൽ ഈ ഒരു ഭരണം വരുമ്പോഴത്തേക്കിന് ഇനിയും ഒരുപാട് നല്ല നല്ല പുതിയ കാര്യങ്ങൾ കൂടി വരട്ടെ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടേക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ മെൻ ആർ സിമ്പിൾ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള ഇവരൊരു കൂടിക്കാഴ്ചയുണ്ട്. കാര്യം പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയനാണല്ലോ വരുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ട്. നമുക്കിനി അതൊന്ന് കാണാം. എനിക്ക് മറ്റേ ഈ കോട്ടന്റെ ഇഷ്യൂ ഉണ്ട്, ചൂട് എപ്പോഴും വേണം. സിനിമയുണ്ടല്ലോ വെള്ളം. അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല, രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്ന് മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. തീർച്ചയായിട്ടും ഇത് മതി. ശരി. മതി. പിന്നെ പറയാം. ഇനി ഇദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. ഇന്ന് കണ്ടേക്കുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഇപ്പം ഈ ഒരു കാര്യം, ഈ ഒരു റെസ്പെക്ട് പിണറായി വിജയൻ പുള്ളി ഇത് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. VD സതീശൻ നേരിട്ട് കാണാൻ പോയി അങ്ങനെ ആ ഒരു പ്രതിജ്ഞയ്ക്ക് ഇൻവൈറ്റ് ചെയ്യുക, ഇതൊക്കെ പുള്ളി അർഹിക്കുന്ന കാര്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, പാലക്കാട് രമേശ് പിഷാരടി അദ്ദേഹത്തിന്റെ ഇവിടുത്തെ BJP-യിൽ മറ്റേ പശുമ്പ ടീംസ് ഒന്ന് തടഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തേക്ക് പിണറായി വിജയൻ പറഞ്ഞേക്കുന്ന കാര്യം എന്തായിരുന്നു? ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്കിടയിൽ എതിർപ്പുകളും ഭിന്നിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കോൺഗ്രസ് നമ്മൾ LDF എന്നുള്ള ഇതുണ്ട്. പക്ഷേ ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനെ കാറ്റി പറത്തിക്കൊണ്ടുള്ള ഇത്തരം പരിപാടികൾ നമുക്ക് ഈ നാട്ടിൽ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു റെസ്പെക്ട് കാര്യങ്ങളൊക്കെ അർഹിക്കുന്നത് തന്നെയാണ്. അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് പശുമ്പ ടീംസ് വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇവര് ഈ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, KSRTC-യിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിനെ ചൊല്ലിയിട്ട് ഈ 15-ാം തീയതി തൊട്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നിപ്പോൾ അവർ ഇറങ്ങിയിട്ട് ഭയങ്കര പ്രതിഷേധവും പ്രകടനമായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കാണാം. UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ KSRTC സൗജന്യ യാത്ര നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. KSRTC ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെയാണ് പ്രതിഷേധം. വ്യത്യസ്തമായ ഒരു പ്രതിഷേധം കാണുന്നു. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ് റഹ്മാൻ, അത് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ 15 തീയതി ഒന്ന് പറഞ്ഞു പോയതാണ്. അത് ഇന്നത്തെ ദിവസം തന്നെ ആ പ്രതിഷേധം വേണോ എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഷഹദ് റഹ്മാൻ. അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് 15-ാം തീയതി മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മഹിളാ മോർച്ച പ്രവർത്തകർ, കോഴിക്കോട്ടെ മഹിളാ മോർച്ച പ്രവർത്തകർ ഈ സൗജന്യ യാത്ര നടത്തുവാനായിട്ട് ഇപ്പോൾ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുകയും ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതുവരെ കണ്ടക്ടർ സ്ഥലത്ത് എത്തിയിട്ടില്ല. മാത്രമല്ല മഹിളാ മോർച്ച പ്രവർത്തകരൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്ല, നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? കുന്നമംഗലത്തേക്ക്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. സർക്കാർ പറഞ്ഞിട്ട് 15-ാം തീയതി ദിവസം മുതലാണ് പ്രാബല്യത്തിൽ വരിക പറഞ്ഞിട്ട്. പറഞ്ഞല്ലേ 15 മുതൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞതാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുള്ളത്.
അധികാരത്തിൽ കയറുന്നത് ഞങ്ങൾ നോക്കണ്ട. 4-ാം തീയതി മാറി കഴിഞ്ഞിട്ട് അവിടെ അധികാരത്തിൽ കയറുന്നത് ഞങ്ങൾ നോക്കണ്ട. 15-ാം തീയതി ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ അവകാശം ചോദിച്ചിട്ടാണ്. പിഷാലിയൊക്കെ ബസ് കയറി പറഞ്ഞു, കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞുള്ളത് സത്യമാണ്. പക്ഷെ അത് വരും, അതിന് ഗവൺമെന്റ് അധികാരത്തിൽ വരണ്ടേ, ആ വകുപ്പ് തീരുമാനിക്കണ്ടേ, അതിനൊരു ചട്ടമില്ലേ? തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിൽ പറഞ്ഞത് ഇങ്ങനെ അങ്ങ് ശിരസാ വഹിക്കണോ എന്ന് നമുക്ക് അവരോട് ചോദിച്ചു നോക്കിക്കോളൂ. എന്തായാലും അവർ പ്രതിഷേധത്തിന് ഇറങ്ങിയാണ്. കണ്ടക്ടർ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയെന്ന് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്ത വാഗ്ദാനം അത് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ ബസ്സിനകത്ത് കയറി ടിക്കറ്റ് എടുക്കാതെ പ്രതിഷേധിക്കാൻ പോകുന്നത്. എന്താ അല്ലേ, അല്പെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മണ്ടബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു. ഇവിടെ സത്യപ്രതിജ്ഞ പോലും കഴിയാതെ ഇത് എങ്ങനെയാണ് ഇവിടെ ചെയ്യണത്? ഇവരിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സംസാരിക്കും നിങ്ങളെ വാഗ്ദാനത്തിൽ അങ്ങനെ അല്ലല്ലോ വെറുതെ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യും. പക്ഷെ സത്യപ്രതിജ്ഞ കഴിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചത്, ഞാൻ പറഞ്ഞില്ലേ, അല്പെങ്കിലും ബുദ്ധി ഉണ്ട് മണ്ടബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി ഇവരുടെ ബിസിനസ് ഇരുന്നിട്ടുള്ള അടുത്ത വർഷം വിഷ്വൽസ് കൂടെ ഉണ്ട്. ഞങ്ങൾ വലിയ പ്രതിഷേധം, ഞങ്ങൾക്ക് നീതി ലഭിച്ചേ പറ്റൂ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടപ്പിലാക്കണം. തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. നടത്തിയിരിക്കും. ഞങ്ങൾ മഹിളാ മോർച്ചയാണോ BJP മഹിളാ മോർച്ചയാണോ ഞങ്ങൾ നടത്തിയിരിക്കും. തുടങ്ങിയിട്ടില്ല. അവർ സത്യപ്രതിജ്ഞ തുടങ്ങാത്ത ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല, സത്യപ്രതിജ്ഞ തുടങ്ങാത്തത്. അവർ തന്നെ ഗ്രൂപ്പുകളിൽ നടത്തി എന്ത് ചെയ്യും? 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇത്രയും ദിവസം 15 ദിവസം ഇത്രയും ദിവസമായിട്ടും സത്യപ്രതിജ്ഞ നടക്കുന്നത് നമ്മുടെ തെറ്റോ? പ്രചാരണത്തിന് പറഞ്ഞു ജയ് ബാലയ്യ. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഇലക്ഷന് ശേഷവും നിങ്ങൾ കംപ്ലീറ്റ്ലി എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിയേക്കാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരുത്സാഹപ്പെടുന്നില്ല. ഭയങ്കര രസമുണ്ട്. നിങ്ങൾ ഇനി ഇതുപോലത്തുള്ള കോമഡി പരിപാടികളായിട്ട് നിങ്ങൾ ഇറങ്ങണം എന്നുള്ളതാണ് കാര്യം. ഇപ്പം TV-യിലൊക്കെ വരുന്ന കോമഡി പരിപാടി അല്ലെങ്കിൽ ഇത്തരത്തെ സിനിമകളെ നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ നർമ്മം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളത് തുടരണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. ബാക്കി കാണാം. ഇവരോട് പൈസ മേടിച്ചോ? ഞാൻ ടിക്കറ്റ് കൊടുത്തു. ഓർഡർ ഇല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരൂലേ? ആ പൈസ ഞാനും അവിടുത്തെ ദിവസം തരാന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്. എത്ര ടിക്കറ്റ്? 22 പേർ. എവിടെ വരെ? ആറ്റിങ്ങൽ വരെ. ഈ കണ്ടക്ടർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ പ്രവർത്തകർക്ക് ഈ ടിക്കറ്റ് നൽകുകയായിരുന്നു. ആ ടിക്കറ്റിൻ്റെ പണം തൻ്റെ അക്കൗണ്ടിൽ നിന്ന്, തൻ്റെ കയ്യിൽ നിന്ന് നൽകും എന്നതാണ് വനിതാ കണ്ടക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം നിലവിൽ ഈ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സൗജന്യ ടിക്കറ്റ് നൽകാൻ തനിക്ക് നിർവാഹമില്ല. പക്ഷേ ആ ഒരു പ്രതിഷേധം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി സ്വന്തം നിലയ്ക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി 22 വനിതാ പ്രവർത്തകർക്കാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. അവിടെ ഈ കണ്ടക്ടർ ആയിട്ടുള്ള ആളും ഒരു ലേഡിയാണ്, ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരിനെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ച് അത്ര ഇതാക്കിയിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ഇവരെ ഇപ്പോൾ ടിക്കറ്റ് വാങ്ങിപ്പിച്ചിട്ടുള്ളത്, പൈസ കൊടുക്കുന്ന ഫ്രീ ടിക്കറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരെ ആലോചിച്ച് നോക്കണതിന് ശേഷം പുള്ളിക്കാരിക്ക്, ആ കണ്ടക്ടറായിട്ട് ചെയ്യുന്ന പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മുകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉത്തേക്കുന്ന ആൾക്കാർ ഭരണത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം മാത്രമല്ല ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനെ കൊണ്ടാണെങ്കിൽ ആ ഒരു ലേഡിയുടെ സ്വന്തമല്ലല്ലോ KSRTC എന്ന് പറഞ്ഞത്. അത് ചിന്തിക്കാനുള്ള ബോധമെങ്കിലും അവറ്റോൾക്ക് ഉണ്ടാവേണ്ടി. എന്നിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി എന്നുള്ളതാണ്. നമുക്ക് കേൾക്കാം. സ്ത്രീകൾക്കും എല്ലാ ഭാഗത്തേക്കും എന്നുള്ള വാക്ക് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത് മഹിളാ മോർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, BJPക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ സ്ത്രീകൾക്ക് കേരളത്തിൽ ഇന്ന് മുതൽ KSRTC-യിൽ സൗജന്യ യാത്ര കൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്ക് കോൺഗ്രസ് പാലിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അതെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. മഹിളാ മോർച്ചയ്ക്കും BJPക്കും വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ആ ഷോ ഓഫ് കാണിക്കാനല്ല ഇറങ്ങിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ജയ് ജയ് BJP, ജയ് ജയ് മഹിളാ മോർച്ച എന്ന് വിളിച്ചത് അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അതായത് സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നത് ആരാണ്? മഹിളാ മോർച്ചയും BJP-യാണ്. BJP ഉണ്ടെങ്കിൽ സ്ത്രീകൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പൊന്നോ, എൻ്റെ പശുമ്പ ടീംസേ സമ്മതിച്ച്. എന്താണെങ്കിലും ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കുമെന്ന് VD സതീശൻ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അവർ ചെയ്യട്ടെ. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സംസാരിക്കും. ഇതൊക്കെ നിങ്ങൾ വാഗ്ദാനം തന്നെയല്ലേ, ചെയ്തില്ല എന്ന് പറയാം. ഇത് സത്യപ്രതിജ്ഞയെങ്കിലും കഴിയണ്ടേ? ഇവർ ഓക്കെ ശരിയാണ്, ഇവർ കുറേ കോമഡികൾ ഇതിൻ്റെ ഇടയ്ക്ക് കസേരകളി കുറേ കാര്യങ്ങളെ കാണിച്ചു. അതിനേക്കാൾ വലിയ കോമഡികളുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തമാശയിൽ ചാർലി ചാപ്ലിൻ, വേൾഡിലെ ചാർലി ചാപ്ലിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രത്തോളം നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, പശുമ്പ ടീംസ് ആണ്. പശുമ്പ ടീംസ് അല്ലാതെ മറ്റാരാണ്?
ഓക്കെ, എന്താണെങ്കിലും ഈ പശുമ്പ ടീംസിനെ പറ്റിയിട്ട് ഇപ്പം ഈ വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇദ്ദേഹം ഈ RSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനായി, അയ്യോ ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് ഇനി നമ്മൾ ഈ പശുമ്പ ടീംസിന്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുമോ, നമ്മുടെ കേരളം ചാണാക്കുഴിയിലോട്ട് ചവിട്ടുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. പക്ഷെ അതിന് കൃത്യമായിട്ടൊരു മറുപടി പുള്ളി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ കേൾക്കാം. പ്രശ്നമില്ല, അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല, അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിനും മതേതര നിലപാടിനും ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നെ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോകണം. ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടു കൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കേരളം, അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്ത് അതിനെ എതിർക്കും. അല്ല, അവരത് പറയരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. എന്നെ വ്യക്തിപരമായി പറഞ്ഞു, വ്യക്തിപരമായി എന്നെ ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു. എന്നോട് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, അനിഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഇഷ്ടമല്ലായിരിക്കും. ഞാനത് കറക്റ്റ് ചെയ്യാം. പക്ഷേ വർഗീയത പറയരുത്, വർഗീയത പറയരുത്. അല്ല, BJPയുടെ പരിപാടി എന്താണ്? വിദ്വേഷ പ്രചരണമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്? നിങ്ങൾ എത്ര ഇതാണ് ഇടയ്ക്കിടയ്ക്ക് മൈക്ക് വയ്ക്കുമ്പോൾ ഒരു തള്ളലല്ലാതെ ഭയങ്കര സ്നേഹബന്ധവും ഹൃദയബന്ധവും നിങ്ങൾ തമ്മിലില്ലേ? വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ. അതിലൊരു ഭിന്നിപ്പുണ്ടായാലും ഒന്ന് സങ്കല്പിച്ച് നോക്ക്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതൊന്നും സമ്മതിക്കില്ല കേരളം. നമ്മൾ പറയില്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഈ രാജ്യത്തോടുള്ള കേരളത്തിന്റെ പ്രഖ്യാപനമാണ്. ഞങ്ങളുടേതും മതേതര കേരളമാണ്. അതും ഒരു പോറൽ വീഴ്ത്താൻ സമ്മതിക്കില്ല. ഒരു പോറൽ വീഴ്ത്ത. അത്രേ ഉള്ളൂ. ഞാൻ മുമ്പ് പല വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഒരു തരത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ്, ഈ വർഗീയ ശക്തികൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. അവരെ ഇവിടെ നമ്മൾ നിലനിർത്തരുത്, അല്ലേ? ഈ പറയുന്ന പോലെ ഈ എന്താണെങ്കിലും ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് 3 മണ്ഡലങ്ങളിലോട്ട് ഈ ചാണകത്തിൽ പോയി ചവിട്ടിട്ടുണ്ട്. അവരനുഭവിക്കണം. ഇതിലും വലുതെന്തോ അവർക്ക് വരാനില്ല, അവരനുഭവിക്കണം. ഈ പശുമ്പ ടീംസ് ഇമാതിരി ഷോ ഓഫും മറ്റേടത്തെ പരിപാടിയും കാണിച്ചിട്ട് ഇവർ കോമഡി പീസ് ആയിക്കോട്ടെ റോഡിൽ ഇറങ്ങുന്ന സമയം കൊണ്ട് അടുത്ത 5 വർഷം കഴിഞ്ഞ അടുത്ത ഇലക്ഷനത്തേക്കിന് ഈ കിട്ടിയേക്കുന്ന 3 ചാണാക്കുഴിയും കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി അതെന്തെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ടീംസ് വന്നിട്ട് പശുമ്പ ടീംസ് വന്നിട്ട് ഇങ്ങനെ സൗജന്യ യാത്രയൊക്കെ അപ്പൊ ഈ പെട്രോളിന്റെ LPGയുടെ ഈ ഗ്യാസിന്റെ സംഭവത്തിൽ നിന്ന് ഇതുപോലെ ഇറങ്ങുന്ന കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഈ ട്രംപ് പറയുന്നതെല്ലാം ഓംബ്ര എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പിട്ടുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്ന സമയത്തേക്ക് ആ സമയത്ത് ഈ റോഡിലിറങ്ങിയുള്ള പ്രചരണങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്നേരമൊക്കെ എവിടെ ആയിരുന്നു? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിച്ചതാണ്. ഇനി അടുത്ത സംഭവങ്ങൾ കാണാം. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലെ KC വേണുഗോപാൽ പുള്ളി പറയുന്ന കാര്യങ്ങളെ ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച ശ്രീ VD സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യും. എപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ കഷ്ടമുണ്ട്. പുള്ളിയൊക്കെ എന്തോരെ കിടന്ന് പിടിവലുണ്ടാക്കിയ എനിക്ക് വേണം താ, എനിക്ക് കസേരതാന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഹൈക്കമാൻഡിന്റെ കാര്യം മാത്രം നിങ്ങൾ പറയല്ലേ. ഇത്ര ഇനഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹൈക്കമാൻഡ്, ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പം ഇവരാണ് ഇനി അടുത്ത ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. ഇപ്പം BJPക്കെതിരെ അല്ലെങ്കിൽ മോദിക്കെതിരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ്സുകാർക്ക് നല്ലൊരു നേതാവില്ല. സീരിയസ്ലി, അല്ലേ? ശക്തനായിട്ടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ള ഒരു നേതാവ് കോൺഗ്രസ്സുകാർക്കില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ. അതെങ്ങനെയാണ് ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഒരു നേതാവിനെ വളർത്തിവിടെ വരുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കണം ഇവർക്കിടയിൽ തന്നെ. പിന്നെ പുറത്തുനിന്ന് ഒരു പാർട്ടിക്ക് വന്നിട്ട് ഇവരെ വിമർശിക്കേണ്ട ആവശ്യമില്ല. ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നു. അടിയും വഴക്ക്, അടിനാശം, വെള്ളപ്പൊക്കമൊക്കെയാണ്. ഇനി ഒരു പാമ്പിടിച്ചൊരു തുക്കുട് ഭാവിയുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല. കഷ്ടപ്പെടാ, അങ്ങനൊരു മുഖമൊക്കെ കാണുന്നോടെ. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഞാൻ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച, ഞാനെപ്പോഴും വരുന്ന വീടല്ലേ ഇത്. കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിലോട്ട് എൻ്റെ ലീഡറാണ് അദ്ദേഹം എല്ലാ കാലത്തും. കഷ്ടമുണ്ടാ, പുള്ളിയുടെ മുഖം കണ്ടില്ലേ, കരഞ്ഞ് കണ്ണ് കലങ്ങിയിരിക്കുക, പാവം. മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ആ കണ്ണീര് തുടച്ചിട്ട് പറ. കാരണം പുള്ളിനെയാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചപ്പോഴത്തേക്കിന് അതൃപ്തി പ്രകടിപ്പിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം VD സതീശനെ മുഖ്യമന്ത്രിയാക്കി ഹൈക്കമാൻഡ് തീരുമാനത്തിലുള്ള വിയോജിപ്പ് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം വസതിയിൽ നിന്ന് പോയിരുന്നു. പിന്നാമ്പുറത്തെ വഴിയിലൂടെ അദ്ദേഹം പോയി എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിലൂടെയും ഒരു വഴിയുണ്ട്, അതിലൂടെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ്. അത് സഹിക്കാതെ വയ്യാഞ്ഞിട്ട് പിന്നാമ്പുറത്തോടായിരുന്നു പാവം ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നത്.
ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മാത്രം മന്ത്രിസഭയിലേക്ക് എത്താം എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം നിൽക്കുന്ന 2 MLA-മാരെ മന്ത്രിയാക്കണമെന്നും ആവശ്യപ്പെടാനും അദ്ദേഹം തയ്യാറായി നിൽക്കുന്നു. ജോസഫ് പാളക്കിന് വേണ്ടി KPCC അധ്യക്ഷ സ്ഥാനവും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടേക്കും. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച രമേശ് ചെന്നിത്തല ഇക്കാര്യം ആവശ്യപ്പെടുമെന്നതാണ് നമുക്ക് ഞങ്ങളുടെ പ്രതിനിധി മേഘനാ മുരളി തിരുവനന്തപുരത്ത് നൽകുന്ന ഇപ്പോൾ വരും ദിവസങ്ങളിൽ ആഭ്യന്തരത്തിന് വേണ്ടിയുള്ള അടിമഴകായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പിന്നെ ഈ അടുത്തൊക്കെ കുറെ റീൽസും ട്രോളും മീംസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. തമിഴ് ഫ്രണ്ടുമായിട്ട് നമ്മളൊരു ഡിബേറ്റിന് പോയപ്പോൾ അവൻ ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ഡയലോഗ്, നിനക്കൊക്കെ സ്വന്തമായിട്ട് മുഖ്യമന്ത്രി ഉണ്ടോടാത്, ഇമോഷണൽ ഡാമേജ്, അങ്ങനെ തളർത്തി കളയുന്നൊരു ഡയലോഗ് ആയിരുന്നു ഇത്. ഇപ്പം എന്താണെങ്കിലും അതിനൊരു അറുതി വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയും പുള്ളിയുടെ വിഷൻ അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ അങ്ങനെ സാധ്യമാവട്ടെ. ഒപ്പം തന്നെ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ പല ആളുകളും, എല്ലാവരുമല്ല, നല്ല ആളുകൾ ഒഴികെയുള്ള ബാക്കി കുറേ ആൾക്കാരുണ്ട്. സ്വയം ഈ കാക്കിയിട്ട് ചില ഗുണ്ടകളായിട്ട് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഇവന്മാർക്കൊക്കെ ഒരു അറുതി വരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ കഴിഞ്ഞ ന്യൂ ഇയറിൽ അതിൻ്റെ ഒരു വിക്ടിമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനും. സോ അങ്ങനെ ഈ കാക്കിയിട്ട് ഗുണ്ടകളെ, ഈ ഫോഴ്സിലുള്ള ആൾക്കാരെയൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് പിരിച്ചു വിടുക എന്നുള്ളൊരു നയം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.